സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. ശക്തമായ മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ നാളെ തൃശൂർ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു. ചാലക്കുടി പോട്ടാശ്രമം സിഗ്നൽ ജംഗ്ഷന് സമീപം ട്രാവലർ ബൈക്കിടിച്ച് അപകടം. ബൈക്ക് യാത്രികൻ മരിച്ചു. വിയാർപുരം പാലസ് ഹോസ്പിറ്റലിന് സമീപം മാളക്കാരൻ വീട്ടിൽ ജീസനാണ് മരിച്ചത്. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ പകൽ സമയത്തെ വൈദ്യുതി ഉപഭോഗത്തിന് മാത്രമായി വൈദ്യുതി നിരക്ക് കുറയ്ക്കാനും രാത്രിയിലെ പീക്ക് സമയത്തെ വൈദ്യുതി ഉപഭോഗത്തിന് നിരക്ക് വർദ്ധിപ്പിക്കാനും ആലോചിക്കുന്നുണ്ടെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. ജില്ലയിൽ ശക്തമായ മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ നാളെ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു. മുഴുവൻ വിദ്യാർത്ഥികൾ താമസിച്ചു പഠിക്കുന്ന റെസിഡൻഷ്യൽ സ്ഥാപനങ്ങൾക്ക് കോഴ്സുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റം ഉണ്ടായിരിക്കുന്നതല്ല. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് എന്നീ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. നാളെ ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഞ്ഞ അലർട്ടുള്ളത്. ജൂലൈ 31-നും ആഗസ്റ്റ് 1-നും കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. ബാണാസുര സാഗർ അണക്കെട്ടിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ജലനിരപ്പ് 773 മീറ്ററായി. 773.50 ജലനിരപ്പെത്തിയാൽ അധിക ജലം ഒഴുക്കിവിടാൻ തുടങ്ങും. വിവിധ തീരങ്ങളിൽ കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അറിയിച്ചു. ആവശ്യമായ ഘട്ടത്തിൽ മാറി താമസിക്കണം. മത്സ്യബന്ധനോപാധികൾ സുരക്ഷിതമാക്കി വെക്കണം. അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും വരും ദിവസങ്ങളിലെ മുന്നറിയിപ്പുകളുടെ അടിസ്ഥാനത്തിൽ സുരക്ഷയെ മുൻകരുതി മാറി താമസിക്കാൻ തയ്യാറാവണമെന്ന് കേന്ദ്ര ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. ചാലക്കുടി പോട്ട ആശ്രമം സിഗ്നൽ ജംഗ്ഷന് സമീപം ട്രാവലർ ബൈക്കിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികൻ മരിച്ചു. വിയാർപുരം പാലസ് ഹോസ്പിറ്റലിന് സമീപം മാളക്കാരൻ വീട്ടിൽ 32 വയസ്സുള്ള ജീസനാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന ജീസന്റെ ഭാര്യ നിമിഷയെ പരിക്കുകളോടെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച രാവിലെ 11:45 അപകടം. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ പകൽ സമയത്തെ വൈദ്യുതി ഉപഭോഗത്തിന് മാത്രമായി വൈദ്യുതി നിരക്ക് കുറയ്ക്കാനും രാത്രിയിലെ പീക്ക് സമയത്തെ വൈദ്യുതി ഉപഭോഗത്തിന് നിരക്ക് വർദ്ധിപ്പിക്കാനും ആലോചിക്കുന്നുണ്ടെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. രാത്രിയിലാണ് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപഭോഗം. ഈ സാഹചര്യത്തിലാണ് ഈ സമയത്തെ ഉപഭോഗത്തിന് നിരക്ക് വർദ്ധിപ്പിക്കുന്നത്. ഭൂരിഭാഗം വീടുകളിലും സ്മാർട്ട് മീറ്ററുകളാക്കി. അതിനാൽ തന്നെ ഓരോ സമയത്തെയും വൈദ്യുതി ഉപഭോഗം കണക്കാക്കാനാകും. പകൽ സമയത്ത് വൈദ്യുതി ഉപഭോഗം കുറവാണ്. രാത്രിയിലാണ് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപഭോഗം. ഈ സാഹചര്യത്തിൽ പീക്ക് സമയത്തെ വൈദ്യുതി ഉപഭോഗം പരമാവധി കുറയ്ക്കുന്നതിനായാണ് ഈ സമയത്തെ ഉപഭോഗത്തിന് നിരക്ക് വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണിക്കുന്നതെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. കേരളത്തിൽ ആണവ നിലയം പദ്ധതി ആരംഭിക്കാൻ പ്രാരംഭ ചർച്ചകൾ പോലും നടന്നിട്ടില്ല. ഇക്കാര്യം സർക്കാരിന്റെ നയപരമായ കാര്യമാണ്. കൂടുതൽ ചർച്ചകൾക്ക് ശേഷമേ തീരുമാനമെടുക്കുകയുള്ളൂ. ആണവ നിലയം സംസ്ഥാനത്തിന് പുറത്ത് സ്ഥാപിച്ചാലും കേരളത്തിന് വൈദ്യുതി വിഹിതം കിട്ടുമെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. പത്താഴക്കുണ്ട് ഡാം ഷട്ടറുകൾ തുറന്നു. വൃഷ്ടിപ്രദേശത്ത് മഴ തുടരുന്നതിനാൽ അധിക ജലം പുറത്തേക്ക് ഒഴുക്കുന്നതിന്റെ ഭാഗമായി പത്താഴക്കുണ്ട് ഡാമിന്റെ 3 സ്പിൽവേ ഷട്ടറുകൾ 2 സെന്റിമീറ്റർ വീതമാണ് തുറന്നത്. അധിക ജലം ഒഴുകിപ്പോകുന്ന പത്താഴക്കുണ്ട്, ചീർപ്പ്, മിണാലൂർ, കുറ്റിയങ്കാവ്, പെരിങ്ങണ്ടൂർ തോടുകളുടെ സമീപത്തുള്ള പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് മൈനർ ഇറിഗേഷൻ ഉപവിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ഇനി നാട്ടിൽ നടന്നത്.
മാള സർക്കാർ ആശുപത്രിയിൽ രോഗികൾക്കായി കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കുക, ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്നുകൾ കൂടുതലായി എത്തിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് BJP മാള മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. BJP സംസ്ഥാന കൗൺസിൽ അംഗം KA സുരേഷ് പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. ആ വലിയ മനുഷ്യന്റെ പേരിൽ നിലനിൽക്കുന്ന ഈ സ്ഥാപനം ഇന്നത് സംരക്ഷിക്കപ്പെടുന്നില്ല. എനിക്ക് ഇവരോട് പറയാനുള്ളത്, ഇന്ത്യ മുന്നണി എന്ന പേരില് ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ച് പോകുന്ന സാഹചര്യത്തിലെങ്കിലും ഈ രാഷ്ട്രീയ വേർതിരിവുകൾ മാറ്റിവെച്ചുകൊണ്ട് ഇവിടുത്തെ പാവപ്പെട്ടവന് വേണ്ടി ഇതുപോലുള്ളൊരു ആശുപത്രിയുടെ പ്രവർത്തനം ഒന്ന് സുഗമമാക്കുവാൻ പ്രവർത്തിച്ചുകൂടെ? BJP മാള മണ്ഡലം പ്രസിഡന്റ് KS അനൂപ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി ഷാജു മറ്റത്തിൽ, കർഷക മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് KK അജയകുമാർ, ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസഫ് പടമാടൻ, ന്യൂനപക്ഷ മോർച്ച ജില്ലാ സെക്രട്ടറി ജോയ് മാതിരപ്പിള്ളി, കമ്മിറ്റി അംഗം സേവ്യർ ഇലഞ്ഞിക്കൽ, മണ്ഡലം ഭാരവാഹികളായ ദേവസ്കുട്ടി N ചങ്കൻ, രാജീവ് KA, കർഷക മോർച്ച മണ്ഡലം പ്രസിഡന്റ് ബിനി PV, മണ്ഡലം സെൽ കോർഡിനേറ്റർ CK സജീവൻ എന്നിവർ സന്നിഹിതരായിരുന്നു. ചാലക്കുടി പരിയാരം കർഷക സമരത്തിന്റെ ചരിത്രം ഉൾക്കൊള്ളിച്ച് EC സുരേഷ് രചിച്ച പരിയാരം കർഷക സമരം എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. ഡോക്ടർ സുനിൽ P ഇളയിടം പ്രകാശനം നിർവഹിച്ചു. ഡോക്ടർ കവിത സോമൻ പുസ്തകം ഏറ്റുവാങ്ങി. പരിയാരം കർഷക സമര സ്മൃതി സംഗമം CPIM ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. പാർട്ടി ഏരിയ സെക്രട്ടറി KS അശോകൻ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം ജിനീഷ് P ജോസ്, PV ഷാജൻ, CK ശശി, CG സിനി, KK ചന്ദ്രൻ, TD ചാക്കുണ്ണി, TP ജോണി, TR ബാബു, CK സഹജൻ എന്നിവർ സംസാരിച്ചു. പരിയാരം കർഷക സമരവുമായി ബന്ധപ്പെട്ട കുടുംബാംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. കുങ്ഫു തായ്ക്കൊണ്ടോ മത്സരത്തിൽ മലയാളികൾക്ക് അഭിമാന നേട്ടം. പോണ്ടിച്ചേരി കാരക്കൽ നടന്ന ഇന്ത്യൻ മലേഷ്യൻ കുങ്ഫു മത്സരത്തിലാണ് തൃശൂർ ജില്ല 2 മെഡലുകൾ കരസ്ഥമാക്കിയത്. ജൂനിയർ വിഭാഗത്തിൽ പുത്തഞ്ചിറ അടയിനിപ്പറമ്പിൽ സലീമിന്റെ മകൻ സൽമാൻ വെള്ളിയും തുമ്പൂർ വാരിയത്തു ചന്ദ്രന്റെ മകൻ രാഹുൽ സീനിയർ വിഭാഗത്തിൽ വെങ്കലവും നേടി. ഷാവോലിൻ കുങ്ഫു 1 ഗ്രാൻഡ് മാസ്റ്റർ ഡോക്ടർ അബ്ദുൽ സലാം മാസ്റ്ററുടെ ശിഷ്യന്മാരാണ് സൽമാനും രാഹുലും. പോണ്ടിച്ചേരി മന്ത്രി PRN തിരുമുഖൻ, AMH നസീം MLA എന്നിവർ സമ്മാനം ദാനം നിർവഹിച്ചു. റോട്ടറി ക്ലബ്ബ് ഓഫ് കൊടുങ്ങല്ലൂർ LP UP ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരം നടത്തി. മത്സരങ്ങൾ പ്രശസ്ത ചിത്രകാരൻ അനിൽ പട്ടണം ചിത്രം വരച്ച് ഉദ്ഘാടനം ചെയ്തു. റോട്ടറി പ്രസിഡന്റ് TL സത്യൻ അധ്യക്ഷത വഹിച്ചു. NR ജിജു, സാലി, TC ബോസ്, MA ജോഷി എന്നിവർ സംസാരിച്ചു. മത്സരത്തോടനുബന്ധിച്ച് അനിൽ പട്ടണം വരച്ച ചിത്രങ്ങളുടെ പ്രദർശനവും നടന്നു. മാള ഹോളിഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനും ഹോളിഗ്രേസ് സ്പോർട്സ് ക്ലബ്ബും സംയുക്തമായി വോളിബോൾ മത്സരം സംഘടിപ്പിച്ചു. ഹോളിഗ്രേസ് ചെയർമാൻ സാനി എടാട്ടുകാരൻ ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി ബെന്നി ജോൺ ഐനിക്കൽ, അക്കാദമിക് ഡയറക്ടർ S ചന്ദ്രകാന്ത, സ്പോർട്സ് ക്ലബ്ബ് ചെയർമാൻ ആന്റണി മാളിയേക്കൽ, ആർട്സ് ഓഫ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. ക്യാപ്റ്റൻ സച്ചിൻ ബില്ലയുടെ നേതൃത്വത്തിൽ ഹോളി ഗ്രേസ് അക്കാദമി ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കോളേജും സായിന്ദ് ബിജുവിന്റെ നേതൃത്വത്തിൽ ചങ്ങനാശ്ശേരി ബിഷപ്പ് മൂർ കോളേജും തമ്മിൽ നടന്ന മത്സരത്തിൽ ചങ്ങനാശ്ശേരി മൂർ കോളേജ് വിജയം കരസ്ഥമാക്കി. ചെയർമാൻ സാനിയ ഡാട്ടുകാരൻ വിജയികൾക്ക് ട്രോഫിയും ക്യാഷ് അവാർഡും സമ്മാനിച്ചു. MBA കോളേജ് ചെയർമാൻ വക്കച്ചൻ താക്കോൽക്കാരൻ, ഫിനാൻസ് ഡയറക്ടർ CV ജോസ്, MBA കോളേജ് ഡയറക്ടർ ഡോക്ടർ മണിലാൽ എന്നിവർ സംബന്ധിച്ചു. യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം ബൂത്ത് തല നേതാക്കന്മാരുടെ സമ്മേളനം നടന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ സമ്മേളനത്തിൽ പങ്കെടുത്ത് ആശയ സംവാദം നടത്തി. നവ ഇന്ത്യക്ക് യുവശക്തി എന്ന മുദ്രാവാക്യവുമായി സംസ്ഥാനത്തെ നിയോജക മണ്ഡലങ്ങളിൽ നടത്തുന്ന പര്യടനത്തിന്റെ ഭാഗമായാണ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിൽ ബൂത്ത് തല സമ്മേളനത്തിൽ പങ്കെടുത്ത് ആശയ സംവാദം നടത്തിയത്. വരുന്ന ത്രിതല പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ബൂത്ത് തല പ്രവർത്തനങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് നേതൃത്വം നൽകുമെന്ന് രാഹുൽ പറഞ്ഞു. ഈ മാധ്യമങ്ങൾ തള്ളിമറിക്കുന്ന ഒരു പിണറായി വിജയൻ അല്ലേ? മാധ്യമങ്ങളുടെ മുന്നിൽ മുടിമുടിയോടാവുന്നതിനായ പിണറായി വിജയൻ, ആ പിണറായി വിജയൻ ഇൻസ്റ്റാഗ്രാമിലെ പിള്ളേരെടുത്തിട്ട് ഉടുക്കുന്നതിനാണ് അല്ലേ? മാധ്യമങ്ങളെ തള്ളിമറിക്കുന്ന നരേന്ദ്രമോദി, ആ നരേന്ദ്രമോദി ഇൻസ്റ്റാഗ്രാമിലെ പിള്ളേർ നെഞ്ചത്ത് കയറി പൊങ്കാലയിടും. ആ നരേന്ദ്രമോദിയെ നെഞ്ചത്ത് കയറി പൊങ്കാലയിടുന്ന പിണറായി വിജയൻ എടുത്തിട്ട് ഉടുക്കുന്ന പുതുതലമുറയിൽ ഇൻസ്റ്റാഗ്രാം യൂസേഴ്സായ പുതിയ ചെറുപ്പക്കാർ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരു മനുഷ്യൻ ഈ രാജ്യത്ത് ആരാണ്? മറ്റാരുമല്ല, രാഹുൽ ഗാന്ധി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നരേന്ദ്രമോദിക്ക് മുകളിൽ, പിണറായി വിജയനെ പോലുള്ള ഏകാധിപതികൾക്ക് മുകളിൽ രാഹുൽ ഗാന്ധിയെ പ്ലേസ് ചെയ്യാനുള്ള അവരുടെ പൊളിറ്റിക്കൽ പൾസ് അത് പലപ്പോഴും മുതിർന്ന ആളുകൾക്കില്ല എന്ന അഭിപ്രായക്കാരാണ്. കാരണം അവർക്കറിയാം മറ്റാരേക്കാളും ഈ രാജ്യത്തെ കോൺട്രിബ്യൂഷൻ രാഹുൽ ഗാന്ധിക്ക്. അതുകൊണ്ടാണ് അത് കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ കന്യാകുമാരിയിൽ നിന്ന് കശ്മീരിലേക്ക് കാൽനടയായി
4400 കിലോമീറ്റർ ഭാരത് ജോഡോ യാത്ര നടത്തിയതിന്റെ പേര് മാത്രമല്ല. KPCC ജനറൽ സെക്രട്ടറി ടി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹക്കീം ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. ബെന്നി ബെഹ്റാൻ MP മുഖ്യാതിഥിയായിരുന്നു. കൊടുങ്ങല്ലൂർ താലൂക്ക് വ്യാപാരി വ്യവസായി സഹകരണ സംഘം SLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും സമൂഹത്തിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും ഉമ്മൻചാണ്ടി വിദ്യാഭ്യാസ അവാർഡ് നൽകി ആദരിച്ചു. കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് TM നാസർ ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് VM ജോണി അധ്യക്ഷത വഹിച്ചു. രാജേന്ദ്രൻ ക്ലാസ് നയിച്ചു. ജെയിംസ് തിയാടി, ജോഷി ചക്കമാട്ടിൽ, EA ബഷീർ, സാലി ഫ്രാൻസിസ്, സെക്രട്ടറി AV റീജ തുടങ്ങിയവർ സംസാരിച്ചു. SNDP യോഗം കൊടുങ്ങല്ലൂർ ആല ഗോതുരത്ത് ശാഖ വാർഷിക പൊതുയോഗം നടന്നു. യൂണിയൻ കൺവീനർ PK പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിച്ചു. ശാഖാ പ്രസിഡന്റ് AR സതീഷ് അധ്യക്ഷത വഹിച്ചു. യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗം ഡിൽഷൻ കോട്ടേക്കാട് ശാഖാ ഭരണസമിതി തെരഞ്ഞെടുപ്പ് നിർവഹിച്ചു. വിജയകുമാർ തുമ്പരപ്പിള്ളി, KP അശോകൻ, ജയലക്ഷ്മി, AD ബാബു, MG വേണുഗോപാൽ, സന്ധ്യ മധുസൂദനൻ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് പുതിയ കമ്മിറ്റി ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. മേത്തല പറമ്പിക്കുളങ്ങര വാർഡിൽ അനുമോദന സദസ്സും ആയുർവേദ മരുന്ന് വിതരണവും സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭ പ്രതിപക്ഷ നേതാവ് T സജീവൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ സ്മിത ആനന്ദൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് വികസന സമിതി അംഗം നിത്യ സിബിൻ, BJP മേത്തല ഏരിയ പ്രസിഡന്റ് പ്രതീഷ് ചള്ളിയിൽ ആയുർവേദ മരുന്ന് വിതരണം നടത്തി. 37 വാർഡ് കൗൺസിലർ ജ്യോതി ലക്ഷ്മി, മുരുക്കുംതറ ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി അശോകൻ, കമ്മിറ്റി അംഗം വേണു തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. ശക്തമായ മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ നാളെ തൃശൂർ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു. ചാലക്കുടി പോട്ടാശ്രമം സിഗ്നൽ ജംഗ്ഷന് സമീപം ട്രാവലർ ബൈക്കിടിച്ച് അപകടം. ബൈക്ക് യാത്രികൻ മരിച്ചു. വിയാർപുരം പാലസ് ഹോസ്പിറ്റലിന് സമീപം മാളക്കരൻ വീട്ടിൽ ജീസൺ ആണ് മരിച്ചത്. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ പകൽ സമയത്തെ വൈദ്യുതി ഉപഭോഗത്തിന് മാത്രമായി വൈദ്യുതി നിരക്ക് കുറയ്ക്കാനും രാത്രിയിലെ പീക്ക് സമയത്തെ വൈദ്യുതി ഉപഭോഗത്തിന് നിരക്ക് വർദ്ധിപ്പിക്കാനും ആലോചിക്കുന്നുണ്ടെന്ന് വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി പറഞ്ഞു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.